അറിയാതെ ഓർക്കുന്നു, ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഞാൻ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അതിന്റെയൊക്കെ തുടക്കം അങ്ങനെയാണ്. എന്തായാലും നല്ലൊരു സുപ്രഭാതം തന്ന ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ പേര് ബിന്ദു വിജയപ്പൻ. സാർ പറഞ്ഞു പാമ്പാടിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞാനൊരു 9 വർഷത്തെ സെയിൽസ് മേഖലയിലായിരുന്നു ജോലി. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയണമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. സെയിൽസ് മേഖലയിലായിരുന്നു ജോലി. അവിടുന്ന് ആ സമയത്ത് എനിക്ക് കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തലകറക്കം എന്ന് പറയുന്നത് നമ്മൾ ട്രെൻഡിന് എടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് എപ്പോഴും ഇങ്ങനെ കാണുമ്പം 10-600 സ്റ്റാഫുള്ള കടയാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ തലകറക്കം എന്ന് പറയുകയും എല്ലാ ഫ്ലോറുകളിലും ചർച്ചയാകുകയും ചെയ്യുന്ന സമയത്ത് ഈ മായ എന്ന് പറയുന്ന ആള് എന്നോട് എപ്പോഴും വന്നിച്ച് പറയും, കൊച്ചെ എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് ഉൽപ്പന്നങ്ങളുണ്ട്, അത് മേടിച്ചൊന്ന് ഉപയോഗിക്കുവാണെങ്കിൽ ഈ പ്രശ്നമൊക്കെ മാറിക്കോളും എന്ന് പറയും. പക്ഷെ ഞാൻ നിന്ന് കാണുന്നത്, ഈ കടയ്ക്കകത്ത് നിന്ന് കാണുന്ന ആളാണല്ലോ മായ. അതുകൊണ്ട് ഡോക്ടറല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതല്ലാത്തത് കൊണ്ടും എന്നാ ഒരു കൃത്യമായ സമയത്ത് നമ്മളോട് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണയൊന്നും തരാഞ്ഞത് കൊണ്ടും ഞാൻ സ്കിപ്പ് ചെയ്തിങ്ങനെ വിട്ടു. പക്ഷെ ഞാൻ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം എന്ന് ദൈവം തീരുമാനിച്ചിരുന്നു എന്നാണ് ഇപ്പൊ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അങ്ങനെ ഒരു തലകറക്കം ഉണ്ടായി, ഹോസ്പിറ്റലായി. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഇപ്പം എന്താ, നേഴ്സുമാരൊക്കെ ഇതിനകത്ത് കാണും, അവരൊക്കെ എൻ്റെ ഒരു HB അളവ് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വടവാതൂർ ഹോസ്പിറ്റലിലേക്ക് എന്നെ മാറ്റി. അവിടെയാണ് ESI ഉള്ളത്. അവിടെ കൊണ്ടുവന്ന് ബ്ലഡ് കാര്യങ്ങളെല്ലാം നോക്കി. ആദ്യമേ തന്നെ ഒരു ട്രിപ്പ് കോട്ടയത്തു നിന്ന് ഇട്ടിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേക്കും ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തായാലും ബ്ലഡും കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു. അപ്പൊ അതെല്ലാം നോക്കി കഴിഞ്ഞപ്പോ, ഞാൻ ചുരുക്കി പറയാണ് കേട്ടോ, ഒരുപാട് അവസ്ഥകളുണ്ട് ഇതിനിടയ്ക്ക്. എന്തായിരുന്നു എന്റെ അവസ്ഥയെന്ന് ചോദിച്ചാല്, നമ്മള് സീലിംഗ് ഫാനില് നമ്മളെ കയറ്റി കിടത്തിയിട്ട് സ്വിച്ച് ഇട്ടാൽ എന്തായിരിക്കുമോ അവസ്ഥ, അതാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും അന്നത്തെ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദുരവസ്ഥയാ. കാരണം വീടിന്റെ ഒരുപാട് എല്ലാ കാര്യങ്ങളും ബാധ്യതകളും എന്റെ കയ്യിലാണ്. അപ്പൊ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാല് ഹോസ്പിറ്റലിൽ ചെന്ന് കിടക്കുമ്പം എന്റെ 2 കണ്ണ് നിറഞ്ഞൊഴുകുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രവർത്തനങ്ങളും എന്റെ ശരീരത്തിൽ നടക്കുന്നില്ല. തൊണ്ടക്കുഴിയിൽ ഒരു അനക്കവും മാത്രമുള്ള സമയത്താണ് വടവാതൂർ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുചെല്ലുന്നത്. ആ ആദ്യത്തെ ആഴ്ച നോക്കി, ഡോക്ടർ നോക്കിയിട്ട് അത് ഡിസ്ചാർജ് ആക്കി. വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും വന്ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ് അഡ്മിറ്റ് ആക്കി. അവര് 5 ദിവസം അവിടെ കിടത്തത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ 3 ആഴ്ച പിന്തുടർന്നു. 3 ആഴ്ച പിന്തുടർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ്, നമുക്ക് അല്ല ഇനി ബ്ലഡ് കയറ്റാനേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മ, നമ്മളിതുപോലെ നോർമലി വീട്ടിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് അമ്മ പറഞ്ഞ്, ഡോക്ടറെ അവള് സമ്മതിക്കത്തില്ല ബ്ലഡ് കയറ്റി കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ബ്ലഡ് കയറ്റി, അത് എന്റെ അറിവില്ലായ്മയാണ്, ബ്ലഡ് കയറ്റി കഴിഞ്ഞാൽ, വേറെ ബ്ലഡ് കയറ്റി കഴിഞ്ഞാൽ എന്റെ സ്വഭാവത്തിന് മാറ്റം വരും എന്നാണ്. അപ്പോ എന്തായാലും ഞാൻ പറഞ്ഞു, അമ്മ അന്നേരം പറഞ്ഞു, ആ ഒരു അവസ്ഥ ഇച്ചിരി ഒരു ബോധമൊക്കെ വരാതെ എങ്ങനെ ഇതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, HB അളവ് 5-4 എന്ന് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ഈ ആള് കടന്നു പോകുന്നത്. തൊണ്ടക്കുഴിയിൽ ഒരു അനക്കം മാത്രം എന്ന് പറഞ്ഞാൽ മരിച്ച് ജീവിക്കുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്നാ ഒരു കാര്യം ഇനി എനിക്കൊന്നും പറയാനില്ല, അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം മോളെ കൊണ്ടുപോകുന്നു എന്ന് എഴുതി തന്നേച്ച് മോളെ കൊണ്ടുപോയിക്കോളാനാണ് പറഞ്ഞത്. എല്ലാവരും വന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് സത്യം പറഞ്ഞ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ എന്നെ ദൈവം തെരഞ്ഞെടുത്തത് ആ സമയം. അപ്പൊ 2-3 മാസത്തിന് മുമ്പ് മായമ്മേനെ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞ് സെക്ഷനിൽ ചെന്നാ പറയും, വാഷ്റൂമിൽ ചെല്ലുമ്പം പറയും, കൈ കഴുകാൻ ചെന്നാ പറയും, ഫുഡ് കഴിക്കാൻ ചെല്ലുന്നിടത്ത് പറയും, എവിടെ ചെന്നാലും ഈ ആൾ എന്നോട് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ആളെ ഒഴിവാക്കാൻ വേണ്ടി അന്ന് ഞാനൊരു 5000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്തതാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണോ ഉള്ളതെന്ന് പോലും സത്യം പറഞ്ഞ എനിക്കറിയില്ല. അപ്പൊ ആ ഒരു സമയത്താണ് ഈ ഉൽപ്പന്നങ്ങള് വിളിച്ചു പറയാ, ഫോൺ വിളിച്ച് അമ്മ, എന്റെ ഫോണിലേക്ക് മായമ്മ വിളിക്കുമ്പോ അമ്മ ഫോൺ എടുത്തിട്ട് സംസാരിക്കുമ്പോ അമ്മയോട് പറയുന്നു, ഇതുപോലെ കുറച്ച് സാധനങ്ങൾ ഞാൻ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അമ്മേ, ആ ഉൽപ്പന്നങ്ങൾ ബിന്ദുസ് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 3 മാസത്തിന് ശേഷം ബിന്ദുസിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല എന്ന് ആൾ ഉറപ്പ് പറയുന്നു.
അപ്പൊ അമ്മ പറഞ്ഞ മോനെ ഞാൻ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല, അവള് വേറെ എക്സ്ട്രാ ആയിട്ട് ഒരു സാധനവും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് അമ്മ അവിടെ ഒന്ന് തപ്പിക്കേ, എലമെന്റ്സ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോക്സ് അവിടെ ഉണ്ട്, ഒന്ന് തപ്പിക്കേ എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ ആ ബോക്സ് തപ്പിയെടുത്ത് അത് തുറന്നു നോക്കുമ്പം ഫീലിംഗ് അയൺ സിറപ്പ്, അന്ന് ക്യാപ്സൂൾ ഇല്ല, ഫീലിംഗ് അയൺ സിറപ്പിന്റെ 2 ബോട്ടില്, ബാക്കി കവചപ്രാശം, അങ്ങനെ 1-2 ബ്ലഡ് പ്യൂരിഫയർ, അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങളാണ്, ന്യൂട്രി ലൈഫ്, അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങളാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത്. ആ ഉൽപ്പന്നങ്ങള് ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം എല്ലാവരും കോരി കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഉൽപ്പന്നങ്ങളും എൻ്റെ അമ്മ എനിക്ക് കോരി തരുവാ ഉണ്ടായത്. അപ്പോ മായമ്മയോട് ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം അമ്മയോട് പറഞ്ഞത് എപ്പം വേണേലും അമ്മ കൊടുത്തു, സമയവും കാലവും അളവും ഒന്നും നോക്കണ്ട, എപ്പം വേണേലും കൊടുത്തു, ആളിന്റെ അവസ്ഥ ഇതായതുകൊണ്ട് എപ്പം വേണേലും കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു വാക്ക് ഞാൻ ഇന്നിപ്പം ഒരുപാട് പേരോട് പറയാറുണ്ട്, സമയവും കാലവും അളവും ഒന്നും നോക്കണ്ട, നമ്മുടെ ഉൽപ്പന്നങ്ങൾ എപ്പ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ സയന്റിസ്റ്റുകൾ അത് ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇച്ചിരി അളവ് കൂടിയെന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും വരാറില്ല. അപ്പോ ഇതെല്ലാം അങ്ങനെ ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് 1 മാസം കൊണ്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇന്ന് 1000-ഓളം വരുന്ന ആൾക്കാരുടെ മുന്നിൽ ഇരിക്കുന്ന ഈ ഞാനെന്ന് പറയുന്ന വ്യക്തി. ഇത് എനിക്ക് സത്യം പറഞ്ഞ സന്തോഷത്തോടെയാണ് പറയുന്നതെങ്കിലും കണ്ണും നിറയുന്നുണ്ട്. കാരണം ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്തു പോരുന്ന ആ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതായിരുന്നു. എന്തായാലും അങ്ങനെ ഉൽപ്പന്നങ്ങൾ കഴിച്ചതിന്റെ ഫലമായി ഞാൻ എഴുന്നേറ്റു. അപ്പോ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നമുക്ക് മോൻ ഇത് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയപ്പം നമുക്ക് ഒരുപാട് പേരോട് പറയാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്താണ് ഇനി തുടർച്ച തീരുമാനം എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ തുടർന്ന് കടയിലൊക്കെ പോയി കേട്ടോ. കാരണം നമ്മുടെ വരുമാന മേഖല അതായതുകൊണ്ട് അത് നിർത്തിവെക്കാനൊന്നും പറ്റത്തില്ലാത്തത് കൊണ്ടും പോയി. എന്തായാലും ഇടയ്ക്കിടയ്ക്കൊക്കെ കടയിൽ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരോടൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ കടയിൽ തന്നെ പ്രോഡക്റ്റുകൾ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഇത് എവിടുന്ന മേടിക്കുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. മായമ്മയോട് ഓരോരുത്തർ എന്നെ ചോദിക്കുമ്പോൾ ഞാൻ മായമ്മയോട് ഇങ്ങനെ ചോദിക്കും, എവിടുന്നാണ് ഈ സാധനം കിട്ടുന്നത്, എനിക്ക് മേടിച്ചു കൊണ്ട് തരാവോ, ഇന്ന ആളിനോട് ഇന്നത് ചോദിച്ചിട്ടുണ്ട്, ഇന്ന ആള് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പറയും. അങ്ങനെ മായമ്മ എടുത്തുകൊണ്ടുവന്ന് തരുന്നതാണ് ഞാൻ ഈ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ വെച്ച് തന്നെ ഒരുപാട് റിസൾട്ടുകൾ ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനിത് പിന്നെയും കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാനിത് ഏറ്റെടുക്കുന്നത്. കാരണം പിന്നെ കുറെ നാൾ അനങ്ങാതൊക്കെ ഇരുന്നപ്പോ കുറെ നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1-1.5-2 വർഷത്തിന് ശേഷം ഈ പറഞ്ഞ മായമ്മ തന്നെ എന്നോട് പറയുന്നു, ബിന്ദു ഇതിന്റെ പുറകിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് ഒന്ന് വന്ന് കേൾക്കാമോ എന്ന് ചോദിച്ചു. കേൾക്കാമോ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിനു മുമ്പ് അതായത് 2009-2010 കാലഘട്ടത്തിലൊക്കെ 2008 മുതൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ കൈവച്ച ആളാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ബിസിനസ്സിനോട് എനിക്ക് താല്പര്യമില്ല മായമ്മേ, എന്നെ നിർബന്ധിക്കണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, കൊച്ചെ അത് ഒക്കെ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഇതൊന്നും വന്ന് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ എൻ്റെ അമ്മയാണ് പറയുന്നത്, എന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തന്ന ഉൽപ്പന്നങ്ങളല്ലേ, ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് എവിടെ വേണമെങ്കിലും വരാം എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്റെ അമ്മ വിചാരിച്ചത് നമ്മള് സാക്ഷ്യം പറയുന്നത് പോലെ എവിടെയോ എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണെന്നാ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ പോയി ഒരു പ്രാവശ്യത്തെ പ്രോഗ്രാം പോയി കേട്ടു. ആ പ്രോഗ്രാം കേട്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അന്ന് അവിടെ വെച്ച് നമ്മുടെ ഷാജി സാർ എന്ന് പറയുന്ന ഒരു ആളിന്റെ വൈഫ് ഒരു നോമിനേഷൻ ഫെസിലിറ്റിയിലൂടെ ഇതിന്റെ വരുമാനം മേടിക്കുന്ന കാര്യമൊക്കെ അന്ന് സ്റ്റേജിൽ കേൾക്കുകയുണ്ടായി. അപ്പോ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, മോനെ നമുക്ക് മോന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഒരുപാട് പേരെ മോന് സഹായിക്കാൻ പറ്റും, ഒരുപാട് പേരെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റും, ഒരുപാട് പേരെ എന്നെ സ്നേഹിക്കും എന്നുള്ള ഒരു ചിന്താഗതിയിൽ എൻ്റെ അമ്മ പറഞ്ഞ് നമുക്ക് മോൻ ഇത് 2 കൈയും നീട്ടി സ്വീകരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് വീണ്ടും 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഉൽപ്പന്നങ്ങളെ സ്നേഹിക്കുകയും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയും ഒക്കെ ചെയ്തത്. ഒരുപാട് സന്തോഷവും സ്നേഹവും ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, ഞാൻ അന്ന് കടയിലൊക്കെ കൊടുത്തെങ്കിലും അതൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് കോൺട്രാക്ടറാണ്. ഇതുപോലെ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞു, 9 mm ആണ് കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ യൂറി ഫ്ലഷ് റെക്കമെൻഡ് ചെയ്തു. യൂറി ഫ്ലഷ് അന്ന് ക്യാപ്സൂള്
പറഞ്ഞിട്ടില്ല. ലിക്വിഡും ബ്ലഡ് പ്യൂരിഫയറും മാത്രമാണ് സത്യത്തിൽ ഞാൻ കൊടുത്തത്. പക്ഷെ ഒരു 2-3 ആഴ്ചക്ക് ശേഷം തന്നെ ആൾ എന്നോട് വലിയൊരു റിസൾട്ടാണ് പറഞ്ഞത്. അപ്പൊ ആ 9 mm സ്റ്റോൺ അലുത്ത് പോയി, അതുപോലെ ബാക്കി ഉണ്ടായിരുന്ന ഇത് ഫ്ലഷ് ഔട്ട് ആയി പോയി എന്നൊക്കെ പറഞ്ഞപ്പോ അത് ഭയങ്കര ഒരു എന്താ പറയാ, എനിക്ക് ആദ്യം കിട്ടിയ ഒരു റിസൾട്ടും കൂടെ ആയിരുന്നു, ഞാൻ അറിഞ്ഞ് കിട്ടിയ ഒരു റിസൾട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ എനിക്കെന്ന് പറയാ, പാലായില് എൻ്റെ ഒരു അമ്മയുടെ അനിയത്തിയുടെ മോനാണ്. ആൾക്ക് അന്ന് പൈൽസിന്റെ പ്രശ്നം പറഞ്ഞു. ഇത് തുടക്ക സമയം ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞ തുടക്കമെന്നല്ല, അന്നും ഇന്നും ഒരു വൂണ്ട് ഹീല് ചോദിച്ചാൽ പോലും 200 രൂപയുടെ പെട്രോൾ അടിച്ച് കൊണ്ടു കൊടുക്കേണ്ട ദൂരം ഉണ്ടെങ്കിൽ പോലും ഞാൻ അവിടെ അതിന്റെ വരുമാനത്തെ കുറിച്ചല്ല നമ്മൾ ആലോചിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരാള് നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ആ ഉൽപ്പന്നം നമ്മൾ കൊണ്ടു കൊടുക്കാൻ അന്നും തയ്യാറാണ്, ഇന്നും തയ്യാറാണ്. അപ്പൊ അങ്ങനെ ആൾക്ക് പൈൽസിന്റെ പ്രശ്നം പറഞ്ഞു. അവിടെ നമ്മുടെ ഇമ്മ്യൂണോ 3+ ലിവാഗെയിൻ മാത്രമേ കൊടുത്തു. അങ്ങനെ കൊടുത്തു. ഒരു 2-3 മാസം ഉപയോഗിച്ചു. 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് അത് പൂർണ്ണമായിട്ടും മാറി എന്നുള്ളൊരു റിസൾട്ടാണ് എന്നോട് പറഞ്ഞത്. ഈ 3 പ്രാവശ്യവും പാലാ മുത്തോലി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. അന്ന് വണ്ടിയൊന്നും ഉപയോഗിക്കുന്നില്ല, ബസ്സിലൊക്കെ കയറി കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടു കൊടുത്തു. എവിടെ പോയാലും. അതിനുശേഷം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. ജോലി റിസൈൻ ചെയ്തിട്ട് അന്ന് ഞാൻ ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ചിങ്ങവനത്ത് അത് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങളും ഉൽപ്പന്നങ്ങളെ നമ്മൾ കൂടുതൽ വിശ്വസിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്താ പറയാ, വലിയ ബാഗിലൊക്കെ പ്രോഡക്റ്റ് വാങ്ങി കങ്കാരു പോകുന്നത് പോലെയൊക്കെ ഇട്ടുകൊണ്ട് പോയി ഒരുപാട് പേർക്ക് ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്, ഒരുപാട് 5-6 ക്യാൻസർ പേഷ്യന്റുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്നെ എൻ്റെ ദൈവം സഹായിച്ചു, ഒരു നൂലാക്കി സഹായിച്ചു എന്നുള്ളതാണ്. ദൈവത്തിനാണ് അന്നും ഇന്നും നന്ദി പറയുന്നത്. എങ്ങോട്ടിറങ്ങി പോയാലും ദൈവത്തോട് പ്രാർത്ഥിക്കാതെ പോകത്തുമില്ല, തിരിച്ചു വരത്തുമില്ല. രാത്രി 12 മണി എന്ന് പറയുന്നത് എൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്. എന്നെ അറിയാവുന്നവർക്കറിയാം, രാത്രി 12 മണി എന്ന് പറയുന്നത് എൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്. ആ സമയത്ത് ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ ആരൊക്കെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ടോ അവിടെയൊക്കെ കർത്താവെ അത്ഭുതം പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കൊടുത്തിട്ടുള്ള, എൻ്റെ ടീമിൽ കൊടുത്തിട്ടുള്ളവരെയൊക്കെ പേര്, എനിക്കറിയാവുന്ന ആൾക്കാരെയൊക്കെ പേര് പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് 12 എന്ന് പറയുന്നത്. ആ സമയത്ത് അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നിടത്തുകൊണ്ട് ഇന്ന് നമ്മുടെ രാജേഷ് സാറൊക്കെ പറയുന്ന കേൾക്കാം, ഡോക്ടർമാർ മരുന്ന് എഴുതി കൊടുത്തിട്ട് അവര് വിളിച്ച് ചോദിക്കുവോ കുറവുണ്ടോ എന്ന് ചോദിക്കുവോ, വെള്ളം കുടിക്കണേ എന്ന് പറയുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡോക്ടർമാരുടെയും മുകളിലാണ്. ദൈവം അങ്ങനെയാണ് നമ്മളെ ഫീൽഡിലേക്ക് ഇറക്കി വിടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോരുത്തരെ സ്നേഹത്തോടെ സംസാരിക്കാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി പറയുന്നില്ല. എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എന്നെ ഏത് ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ എൻ്റെ മോന് വലിയൊരു റിസൾട്ട് കിട്ടിയതാണ്. ആള് ജനിച്ച് ഒരു 8 ദിവസം ആയപ്പോഴത്തേക്ക് ഹാർട്ടിന് ഹോൾ ഉണ്ടായെന്ന് പറഞ്ഞതാണ്. ആളെ 10ാം ക്ലാസ് വരെ ഞാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ആളെ ഞാൻ കൊണ്ടു നടന്നത്. ആ സമയങ്ങളിൽ എൻ്റെ കയ്യിലേക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടിയത് കൊണ്ട് ഒരുപാട് പ്രോഡക്ട്സുകൾ, നമ്മുടെ കവചപ്രാശം, അതുപോലെ എന്നെ ജീവനോടെ നിലനിർത്തിയ ഫീലിംഗ് ആൻഡ് സിറപ്പ്, അങ്ങനെ ന്യൂട്രി ലൈഫ്, ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ എൻ്റെ കുഞ്ഞിന് കൊടുത്തു. ആന്റി അലർജി കൊടുത്തപ്പോഴത്തേക്ക് വല്ലാണ്ട് ഛർദ്ദിച്ചപ്പോ ആളെന്നോട് ചോദിച്ചു, അമ്മ ഇത് എന്നാ എനിക്ക് തന്നെ, എന്നെ കൊല്ലാൻ തന്നതാണോ എന്നൊക്കെ ചോദിച്ചു. ഛർദ്ദിച്ച് കുഞ്ഞങ്ങ് വശം കെട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും കൊല്ലാനായിരുന്നെങ്കിൽ ജനിച്ച് 8 ദിവസം ആയപ്പോഴത്തേക്ക് നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞതാ ഡോക്ടർ എന്നോട്. അന്ന് എനിക്ക് കൊല്ലാമായിരുന്നു. പക്ഷെ ഇന്ന് നിന്റെ ജീവൻ നിലനിർത്താനായിട്ട് എന്തൊക്കെ ചെയ്യാവോ അതാണ് ചെയ്യാൻ ഞാൻ ഒരുങ്ങുന്നത്, അത് ദൈവം മാനിക്കും എന്ന് പറഞ്ഞ് ഇന്ന് ആള് പൂർണ്ണ ആരോഗ്യവാനായിട്ട് 24 വയസ്സായി. ആള് നടക്കുന്നു, പഠിത്തമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ജോലിയൊക്കെ നോക്കുന്നു. ഒരുപാട് സന്തോഷമാണ്. അതുപോലെ എൻ്റെ അമ്മ, പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇന്ന് നമ്മള് ഒരു വേദന എന്ന് പറയുമ്പോഴത്തേക്കും നോവേദന ക്യാപ്സൂൾ കഴിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു പനിയുടെ തുടക്കം എന്ന് കണ്ടാൽ നമ്മൾ ബിലോ 37 കഴിക്കും, വയറിന് എന്തെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂണോ 3+ കഴിക്കും, ഇങ്ങനെ നമ്മൾ പറയും. പക്ഷെ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്, മോനെ എനിക്ക് ഇന്നതാണ് പ്രശ്നം, പക്ഷെ നമ്മുടെ ഉൽപ്പന്നം ഏതെങ്കിലും ഇരിപ്പുണ്ടോ, ആ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ചാൽ മതി അമ്മയ്ക്ക്, അല്ലാതെ ഇന്നതെന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ട. എല്ലാ ഉൽപ്പന്നങ്ങളും എൻ്റെ അമ്മ എല്ലാ ഉൽപ്പന്നങ്ങളും കഴിച്ചിട്ടുണ്ട്. അതുപോലെ കൈക്ക് ഷിവറിങ് ഉണ്ടായിരുന്നു. ന്യൂട്രി ലൈഫ്, മാനശക്തിമാൻ ഒക്കെ എൻ്റെ അടുത്ത് വരുമ്പോഴാണ് മനസ്സ് നിറച്ച് ഇഷ്ടം പോലെ പ്രോഡക്റ്റ് കഴിക്കുന്നത്. കൊണ്ടുപോകും വീട്ടിലോട്ട്. എന്നാലും എല്ലാ ഉൽപ്പന്നങ്ങളും കഴിക്കുമായിരുന്നു. ആ ഷിവറിങ് എന്ന് പറയുന്ന സംഭവമൊക്കെ മാറി
അവസാന സമയത്ത് എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റിയില്ല. അത് വലിയൊരു ഇതാണ്, എന്റെ സാഹചര്യം അതായത് കൊണ്ടാണ്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങളും അമ്മ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ അതുപോലെ ഫുൾ സപ്പോർട്ട്. എന്ത് വന്നാലും ഇതിനകത്തൊന്നും ഞാൻ വിട്ടുപോകത്തില്ല. നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, മാനസിക പ്രശ്നങ്ങളുണ്ടാകും, ഒരുപാട് പേര് കളിയാക്കും ഒക്കെ ചെയ്യും. പക്ഷെ ആരും ഇതിനകത്തൊന്നും വിട്ടുപോകരുത്. നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക, പിടിച്ചു നിൽക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന പ്രവൃത്തിയാണ്. അതിൽ ഉറച്ചു നിൽക്കാൻ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. നമുക്കുള്ള വഴികളെ ദൈവം തുറന്നു തരും. ഇത് ഹൃദയം തുറന്ന് പറയുന്ന കാര്യമാണ്. അങ്ങനെ 14 വർഷം വാടകയ്ക്ക് താമസിച്ച ഞാൻ സ്വന്തമായിട്ട് 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇന്ന് പാമ്പാടി ചെന്നാമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് 2 സെന്റ് സ്ഥലം സ്വന്തമായിട്ട് വാങ്ങാൻ എന്നെ സഹായിച്ച പ്രസ്ഥാനമാണ് മൈലേജ് സ്റ്റൈല്. ഉൽപ്പന്നങ്ങൾക്കാണ് അതിനകത്ത് കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത്. കാരണം ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യാനൊരു മനസ്സ് കാണിച്ചത് കൊണ്ടാണ്. ഇന്ന് അവിടെ നിന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് നമ്മുടെ കമ്പനിയുടെ വലിപ്പം വെച്ചിട്ട് പറയാൻ, കോടികളുടെ കണക്കൊന്നും പറയാനില്ല എങ്കിൽ പോലും ഒരു സാധാരണപ്പെട്ട സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ. ഒരാളിന്റെ മുന്നിൽ ചെന്ന് 100 രൂപയ്ക്ക് കൈ നീട്ടാതെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു വീടിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 1.25 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇവിടെ. നമ്മുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ നമ്മളെ ദൈവം സഹായിക്കും എന്നുള്ളതിന്റെ സത്യമാണത്. ഇവിടെ ഒത്തിരി പേര് കുഴൽക്കിണർ കുത്തിയിട്ട് വെള്ളമില്ല. അതേ സമയത്ത് 255 അടിയിൽ എനിക്ക് ഇഷ്ടം പോലെ വെള്ളം എനിക്ക് ദൈവം തന്നു. അത് 300 അടി താത്തിട്ടപ്പോഴത്തേക്ക് ഈ പൈസയൊക്കെ നമ്മുടെ ഈ ബിസിനസിന്റെയും പ്രോഡക്റ്റിന്റെയും പൈസകളാണ്. അപ്പോ ഇറങ്ങുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് തുടക്ക സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ പിടിച്ചു നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ലീഡേഴ്സിന്റെ കൂട്ടത്തിൽ നിൽക്കുക. ലീഡേഴ്സിന്റെ കൂട്ടത്തിൽ സ്നേഹമോടെ നിൽക്കുക. നമ്മുടെ കൂട്ടത്തിൽ കടന്നു വരുന്നുണ്ട്, അത് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുണ്ട്. നമ്മുടെ കൂടെ കടന്നു വരുന്ന ലീഡേഴ്സിന് നമ്മളെ സ്നേഹിക്കാം, ശരിയാണ്. പക്ഷെ നമ്മുടെ കൂടെ കടന്നു വരുന്ന വ്യക്തികളെ നമ്മൾ സ്നേഹിക്കുകയും നമ്മുടെ മക്കളെക്കാൾ കുഞ്ഞുമക്കളായിട്ട് അവരെ സ്നേഹിക്കുകയും അവരോടൊപ്പം ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ വിജയങ്ങൾക്കും കാരണം ഇവിടെ തന്നെ നമുക്ക് ദൈവം തരും. മനോജ് സാർ പറയുന്ന പോലെ പടിയിറങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് മോട്ടിവേഷനും സ്നേഹവും ഒക്കെ തന്ന് എന്നെ കൂടെ നിർത്തുന്ന മനോജ് സാറിനും ജയചേച്ചിക്കും അതുപോലെ ശ്രീജ മാഡത്തിനും പ്രത്യേകിച്ച് രുക്മിണി മാഡത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ ഇതോടൊപ്പം അറിയിക്കുന്നു. അതുപോലെ എൻ്റെ കൂടെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇന്നും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന എൻ്റെ അസോസിയേറ്റ്സ്, അവരോടാണ് എനിക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം ഉള്ളത്. കാരണം ഞാൻ എന്താണ് എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി സ്നേഹവും ഇതോടൊപ്പം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് എന്നെ ഈ ഒരു പ്രോഗ്രാം